വിമാനങ്ങളും MiG-29 കയറി അടിച്ച് തീർത്തിട്ടുണ്ട് 9 സ്ഥലങ്ങളിൽ. മൊത്തം തീരട്ടെ അല്ല അത്ര മൊത്തം തീരട്ടെ അങ്ങനെ അടിച്ച് തീർത്താണ്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചതിന് ശേഷം നമ്മുടെ റിയാസ് സലീമിന് ഭയങ്കര വിഷമം. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. वॉशिंग मशीन से है, आप पाकिस्तान को छोड़ दीजिए. ഈ നാറി, അതായത് ഇവള് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ യുദ്ധം വാഷിംഗ് മെഷീനിലൂടെയാണ്, പാകിസ്ഥാനെ വെറുതെ വിടുക, പാകിസ്ഥാനെ കയറി അടിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പരനാറി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവനെതിരെ കേസ് എടുക്കാത്തതെന്നാണ് എന്റെ ചോദ്യം. ഈ നാറി ഷെയർ ചെയ്ത നീ പോടാ പാകിസ്ഥാനില്, നീ പോയി അവന്റെ മൂലം നക്ക് പോ. മനസ്സിലായി? അത് കണ്ട് പേടിച്ചു തൂറിയിരിക്കുകയാണ് പാകിസ്ഥാൻകാരന്മാര്. എനിക്ക് തുള്ളൽ പനിയാ. ഇവിടെ കുറെ തെണ്ടികൾ, നാറികൾ, പരനാറികൾ കുറെ എണ്ണം ഉണ്ട്. മറ്റാരുമല്ല, റിയാസ് സലീം. എന്താ ഉറക്കം വരുന്നു. സൗകര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറെ നാറികൾ. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രൊജക്ട് സിന്ദൂരിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായി, ഒരു ലേഡി മരിച്ചു, കുട്ടികൾ മരിച്ചു എന്നുള്ള അവരുടെ ഫേക്ക് നറേറ്റീവ്. ആലുവയിൽ നിന്നാണ് ആലുവ ജംഗ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവനത് വിശ്വസിക്കും. എന്തു പറഞ്ഞാലും അങ്ങ് വിഴുങ്ങി അങ്ങ് വിശ്വസിക്കും. അല്ലാതെ പാകിസ്ഥാൻ പടച്ചു വിടുന്ന കുറെ ഫേക്ക് നറേറ്റീവും ഫേക്ക് പോസ്റ്റുകളും എടുത്തു പോകണമെന്ന്. നീ എന്താ ഇങ്ങനെ ആയി പോയാ? എന്ത് പറഞ്ഞാലും അങ്ങ് വിഴുങ്ങിക്കോണം. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. നമ്മുടെ പട്ടാളക്കാര് അവിടെ LOCയിൽ ഇതേ പാകിസ്ഥാന്റെ തിരിച്ചടിയല്ല, വെറും ഭീരുത്വം, അവിടെ ഷെല്ലാക്രമണം നടത്തി നമ്മളെ സിവിലിയൻസിനെ കൊന്നൊടുക്കുകയാണ് ഇപ്പോഴും. മീഡിയ ബ്രീഫിംഗിൽ ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സിവിലിയൻ ഡെത്ത് ഉണ്ടായി എന്നുള്ളത്, ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. അത്രയും പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ ഒന്നും ചിലപ്പോൾ അത് അറിഞ്ഞു കാണില്ല. നിനക്കൊക്കെ പാകിസ്ഥാനിലുള്ള കാഷ്വാലിറ്റീസിനെ കുറിച്ച് മാത്രമേ അറിയൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാം? ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായി. കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഈ അലവലാതി. നമ്മുടെ ഇട്ടാവട്ടത്തോടെ കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹി.